أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച. ഈ അഅ്ബുദു എന്ന ഖിതാബ് ആരോടാണ്? നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരോടാണ് പറയുന്നത്? ഒരഭിപ്രായം മുഅ്മിനീങ്ങളോടാണ്, എല്ലാവരോടാണ്. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എല്ലാവരോടും. മറ്റൊരഭിപ്രായം അത് മുശ്രിക്കുകളോടാണ്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. രണ്ട് വിഭാഗത്തോടും പറയുമ്പോൾ അല്ലദീ ഖലഖക്കും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശത്തിൽ ഒരു വ്യത്യാസമുണ്ട്. മുഅ്മിനീങ്ങളോടാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച ആൾ തന്നെയാണ്, അത് തർക്കമല്ല. അത് തഅദീമിന് വേണ്ടിയാണ്, പിന്നെ തഅലീലിന് വേണ്ടിയും. തഅലീൽ പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കുക. എന്തിനു വേണ്ടി? നിങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടി. അപ്പോൾ തഅദീമിന് വേണ്ടിയാണ് ആ സിഫത്ത്. നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. മുശ്രിക്കീങ്ങളോടാണ് എങ്കിൽ ഉഅ്ബുദു റബ്ബക്കെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരു ഖൈദും കൂടി കൊടുക്കണം. കാരണം അവർക്ക് പടച്ചോനും റബ്ബാണ്, ലാത്തി ഉസ്സയൊക്കെ റബ്ബ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കുകയാണ്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറയുമ്പം ദൈവങ്ങളും മറ്റ് ബിംബങ്ങളൊന്നും അവർ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ലദീ ഖലഖക്കും എന്നുള്ളത് സിഫത്ത് ഖൈദിനാണ്, സിഫത്ത് മുഖയ്യിദത്താണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റബ്ബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞാൽ സിഫത്ത് തഅദീമിന് വേണ്ടിയാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളെ ഭാഗത്ത് കാഴ്ചപ്പാടിൽ യഥാർത്ഥ റബ്ബും പെട്ടു, അവർ റബ്ബുകളാണ് എന്ന് പേര് പറയുന്ന റബ്ബുകളും പെട്ടില്ലേ. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി, ഖൈദ് കൊടുക്കാൻ വേണ്ടിയും അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളെ റബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിംബത്തിൻ്റെ അടുത്ത് ഓടണ്ട, നിങ്ങളെ സൃഷ്ടിച്ച യഥാർത്ഥ റബ്ബ് എന്നർത്ഥം. അല്ലദീ ഖലഖക്കും, കിതാബിലേക്ക് നോക്കൂ. സിഫത്തുൻ ജറത്ത് അലൈഹി ലിത്തഅലീമി വത്തഅലീൽ. തഅലീമും തഅലീലുമാണ് ഉദ്ദേശം. തഅലീൽ പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. എന്തിനു വേണ്ടി? നിങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടി. വയഹ്തമിലു തഖീദ, അങ്ങനെ നമ്മൾ പ്രയോഗം ഉണ്ടല്ലോ. ആ കടന്നു വരുന്ന ആലിമായ വ്യക്തിയെ നീ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആലിമായതിന് വേണ്ടി എന്നാണ്. വയഹ്തമിലു തഖീദ വത്തൗദീഹ്, അധികമായ ഒരാഡ് ചെയ്യാനും അതിലേക്ക് ഒരു പുതിയ ആശയം കൂട്ടിച്ചേർക്കാനും ആദ്യത്തെ ആശയം എന്നിട്ട് അതിനെ വ്യക്തമാക്കാനും വേണ്ടിയാകാം സിഫത്ത് മൂന്നിഹത്ത്. ശരി. ഇൻ ഹുസ്സൽ ഖിതാബു ബിൽ മുശ്രിക്കീൻ, ഈ ഖിതാബ് മുശ്രിക്കീങ്ങളോട് മാത്രമാണെങ്കിൽ. എന്നിട്ട് ഉരീദ ബിർ റബ്ബി, ഇവിടെ റബ്ബക്കും എന്ന റബ്ബുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുമ്പോൾ അഅമ്മ മിന റബ്ബിൽ ഹഖീഖി വൽ ആലിഹത്തല്ലത്തി യുസമ്മൂനഹ അർബാബൻ, യഥാർത്ഥ റബ്ബും അവർ റബ്ബുകൾ എന്ന് പേര് പറയുന്ന ദൈവങ്ങളും ഉൾക്കൊള്ളുന്ന അഅമ്മായ റബ്ബ് എന്ന് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്താ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ? ഈജാദു ശൈഇ അലാ തഖ്ദീരിൻ വസ്തിവാഇൻ, ഒരു പ്രത്യേക കണക്കിലും ഒരു കൃത്യതയിലും തസ്വിയത്തിലും ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാം? ഖൽഖ് എന്ന് പറയുന്നത്. ലഫ്ലിയായ ഒരു തഹ്ലീൽ ശ്രദ്ധിച്ചു നോക്കൂ. ഖലഖ എന്നുള്ളതിൻ്റെ വാസ്ലുഹു അത്തഖദീർ. ഖലഖ എന്ന വാക്കിനർത്ഥം കണക്കാക്കി എന്നാണ്. ഉദാഹരണം യുഖാലു പറയാറുണ്ട് അറബിയിൽ ഖലഖൻ നഅല എന്ന് പറയും.
ചെരുപ്പിനെ അളന്നു, ചെരുപ്പിനെ അളന്നു എന്നർത്ഥത്തിന്. തഖ്ദീർ അളക്കുക. എപ്പോൾ ഇതാ ഖദ്ദറഹ അവ സവ്വാഹ ബിൽ മഖിയാസ്, അളവ് കൊണ്ട് അതിനെ കണക്കാക്കുകയും അതിനെ കൃത്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയാം. ഇനി നിങ്ങളെ സൃഷ്ടിച്ചു വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പിലുള്ളവരെയും. ഈ മുമ്പിലുള്ളവരെന്ന് പറഞ്ഞാൽ ധാത്തു കൊണ്ട് മുമ്പിലുള്ളവർ, സമാന് കൊണ്ട് മുമ്പിലുള്ളവർ, രണ്ടർത്ഥമുണ്ട്. ധാത്തു കൊണ്ട് മുമ്പിലുള്ളവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധാത്ത് ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ അത്, അല്ലെങ്കിൽ കാലം കൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ളവർ. ധാത്ത് കൊണ്ട് മുത്തഖദ്ദിം എന്ന് പറഞ്ഞാൽ ഈ ധാത്ത് ഉണ്ടാകാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ അതിൻ്റെ മുമ്പാണല്ലോ ഉണ്ടാവുക. ഒരു സാധനം ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളില്ലേ, അത് അതിൻ്റെ മുമ്പ് ഉണ്ടാവണ്ടേ. അപ്പോൾ വല്ലദീന മിൻ ഖബലിക്കും എന്നുള്ള മുത്തനാബിലുൻ കുല്ലമായ തഖദ്ദമുൽ ഇൻസാന ബിസാത്തി ഓബിസമാനി, ധാത്ത് കൊണ്ടോ സമാന് കൊണ്ടോ മനുഷ്യനേക്കാൾ മുന്തിയതിനെയെല്ലാം ഉൾപ്പെടുത്തുന്ന പദമാണ് വല്ലദീന മിൻ ഖബലിക്കും. നമ്മുടെ വാപ്പാരും വല്യാപ്പാരും പെട്ടു. നമുക്ക് മുമ്പ് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ എന്തൊക്കെയുണ്ട് അതൊക്കെ, മനുഷ്യനായാലും മനുഷ്യനല്ലെങ്കിലും. വല്ലദീന എന്നുള്ളത് അത്ഫാണ്. എങ്ങോട്ട് അത്ഫാണ്? നിങ്ങളെ സൃഷ്ടിച്ചു, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. അപ്പോൾ ഖലഖക്കും എന്ന ക്കും എന്ന മൻസൂബായ ദമീറല്ലേ, ഖലഖൻ്റെ മഫൂല് അങ്ങോട്ട് അത്ഫാണ്. മൻസൂബുൻ മഅതൂഫുൻ അലൽ ദമീരിൽ മൻസൂബി ഫീ ഖലഖക്കും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ അവരോട് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? നിങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേകമായ സിഫത്തൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചതിന് വേണ്ടി എന്നല്ലേ. അപ്പോൾ ഇത് കാരണമാക്കണമെങ്കിൽ ഇതിന് അവർ അംഗീകരിച്ച കാര്യമാവണ്ടേ. എന്നെ പഠിപ്പിച്ച ആളെ നീ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നീയും കൂടിയും സമ്മതിക്കണം എന്ത്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അപ്പോഴേ എന്താവുള്ളൂ, ആ വാക്ക് ശരിയാവുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വൽ ജുംലത്തു മുഖ്രിജ മുഖ്റജൽ മുഖറർ ഇന്ദഹും, ഈ ജുംലയെ കൊണ്ടുവന്നത് മുഖ്റജൽ മുഖറർ അവരെടുക്കൽ സമ്മതിക്കപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. അവരെടുക്കൽ സുസമ്മതമായ ഒരു കാര്യം എന്ന നിലക്കാണ് ഈ ജുംലയെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ സുസമ്മതം എന്ന് പറയാം. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന്? ഉണ്ട്. നീത്തറാഫിഹിം ബിഹിം, അവർ സമ്മതിച്ചിട്ടുണ്ട് അവരെ സൃഷ്ടിച്ച അള്ളാഹു ആണ് എന്ന്. കമാ ഖാല വലയിൻ സഅൽതുഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, അവരോട് ചോദിച്ചാൽ മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമിയെ സൃഷ്ടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന് പറയും. അപ്പോൾ അവർ സംഭവിച്ച കാര്യം തന്നെയാണ്. വലയിൻ സഅൽതുഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്, അല്ലെങ്കിൽ അവർ സമ്മതിച്ചത് കൊണ്ടല്ല, അവർക്കൊന്ന് ആലോചിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അള്ളാഹു ആണ് അവർ സൃഷ്ടിച്ചത് എന്ന്. അതുകൊണ്ടാണ്. ഔലി തമക്കുനിഹിം മിനൽ ഇൽമി ബിഹി, അല്ലെങ്കിൽ ഈ കാര്യം അറിയാൻ അവർക്ക് സാധിക്കും. ബിഅദ്നാ നാദിരിൻ, ഒരു ചെറിയ ആലോചന നടത്തുക വഴി. അപ്പോൾ പിന്നെ അവർ സമ്മതിച്ച മാതിരിയായി. ഇനി മറ്റൊരു ഖിറാഅത്തിന് വല്ലദീന മൻ ഖബലക്കും, മൻ ഖബലക്കും എന്നങ്ങനെ പറയാം, മന്ന് മൗസൂലല്ലേ. അങ്ങനെ രണ്ട് മൗസൂലിനെ കൊണ്ടുവന്നു. ഒന്ന് സായിദിയായിട്ട് കൊണ്ടുവരുന്നൊരു രീതി അറബി വാക്കിലുണ്ട്. അതിൽ പ്രത്യേക അർത്ഥമൊന്നുമില്ല. വല്ലദീന ഖബലക്കും എന്നേ ഉള്ളൂ, അവിടെ മന്നും കൂടി കൂട്ടി. നോക്കൂ, ഓ ഖുരിയ മൻ ഖബലക്കും, അങ്ങനെ ഓതിയിട്ടുണ്ട്. അല ഇഖ്ഹാമിൽ മൗസൂലി സാനി ബൈനൽ അവ്വലി വസിലത്തിഹി. രണ്ടാമത്തെ മൗസൂലിന് എന്ത് ചെയ്തു? അതായത് മൻ എന്ന മൗസൂലിനെ സായിദിയാക്കുക. ബൈനൽ അവ്വലി അല്ലദീന എന്നുള്ള മൗസൂലിൻ്റെയും വസിലത്തിഹി മീൻ ഖബലിക്കും എന്ന ഖബലക്കും എന്നതിൻ്റെയും ഇടയിൽ എന്തേതാണ് ഒരധികമാക്കി കൊണ്ടുവന്നതാണ്. അല്ലദീ ഖലഖക്കും വമൻ ഖബലക്കും, അങ്ങനല്ലേ. ഒന്നാമത്തെ മൗസൂൽ അല്ലദീ ഖലഖക്കും വമൻ ഖബലക്കും, തൗക്കീദിന് വേണ്ടി. ഇഖ്ഹാം എന്ന് പറഞ്ഞാൽ കടത്തിക്കൂട്ടുക, സായിദിയാക്കുക എന്നൊക്കെയാണ്. അപ്പം രണ്ടാമത്തെ മൗസൂലിത വല്ലദീന മൻ ഖബലക്കും എന്നല്ലേ. ഈ വല്ലദീന മൻ എന്നതിനെ സായിദിയാക്കി ഖബലക്കും എന്നതിൻ്റെ ഇടയിൽ അതിന് ചെറിയ സില തൗക്കീദിന് വേണ്ടി.
കമാ ഒക്കിഹമ അക്കഹമ ജരീറുൻ ഫിഖോലി. ജരീർ എന്ന് പറയുന്ന ഷായർ അങ്ങനെ കടത്തി കൂട്ടിയിട്ടുണ്ടല്ലോ, ആയിരത്തി നോക്കി. യാ തൈമ തൈമൽ അദിയിൻ, യാ തൈമ തൈമ അദിയിൻ, അദിയിലെ തൈമ ഗോത്രമേ എന്നാണ്. അവിടെ രണ്ടിടം തൈമ എന്ന് പറഞ്ഞത്, രണ്ട് മൗസൂൽ എന്തിനാണ് പറഞ്ഞത്? അല്ല, രണ്ട് മുനാദ. ലാ അബാലക്കുമോ, ഇവിടെ ജരീർ സായിദിയാക്കിയില്ലേ. തൈമ സാനിയ, ഒന്നാമത്തെ തൈമിനെ ബൈനൽ അവലി, ഒന്നാം തൈമിൻ്റെയും വമാ ഉദീഫ ഇലൈഹി, അതിന് ഇളാഫത്ത് ചെയ്യപ്പെട്ടതിൻ്റെയും ഇടയിൽ യാ തൈമ അദിയിൻ എന്നാണ് വേണ്ടത്. യാ തൈമ അദിയിൻ എന്ന മുദാഫിൻ്റെ ഇടയിൽ വേറൊരു തൈമ കടത്തി കൂട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം. ഈ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതിൻ്റെ തർക്കീബ് എന്താണ്? ഒന്ന്, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ തന്നെ തഖ്വ ഉള്ളവരായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നവരായിട്ട് എന്ന് ഹാലാണ്. ഏന്ന് ഹാല്? ഉഅ്ബുദൂ എന്ന അൻതും എന്ന ദമീർ എന്ന ഹാല്. നിങ്ങൾ അന്നാൻ ആരാധിക്കണം, നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നവരായി, തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുമെന്ന പ്രതീക്ഷയുള്ളവരായിട്ട് ഉള്ള അവസ്ഥയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക. മറ്റൊരഭിപ്രായം എന്താണ്? ഖലഖക്കും എന്നതിൻ്റെ മഫൂൽ എന്ന ഹാലാണ്. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചവരായിട്ട് എന്നാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തന്നെ മുത്തഖീങ്ങളെ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടും എന്ന് പ്രതീക്ഷിച്ചവരായി നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചു. അവിടക്കും എന്നതിൽ നിന്ന് എങ്ങനെയാണ് ഹാലാക്കുക? നിങ്ങളെ സൃഷ്ടിച്ചത് ഏതൊരവസ്ഥയിലാണ് അങ്ങനെയാക്കുക. ഇബാദത്ത് നിങ്ങളെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ മുത്തഖീങ്ങളിൽ പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നെ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന നിങ്ങളെ എന്നതിൽ നിന്ന് ഹാലാക്കുമ്പോൾ എങ്ങനെ? നിങ്ങളെ സൃഷ്ടിച്ചു, തഖ്വ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നിങ്ങൾ തന്നെ, നിങ്ങളിൽ നിന്ന് തഖ്വ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആ ഒരു രൂപത്തിൽ. കാരണം അതിൻ്റെ അസ്ബാബുകളൊക്കെ, തഖ്വക്ക് വേണ്ട എല്ലാ മാർഗങ്ങളും അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെയും ഖുർആനെയും ഒക്കെ അള്ളാഹ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ഏത് നിലക്കാണ്? നിങ്ങളൊക്കെ തഖ്വ നേടുന്ന, തഖ്വ കൈവരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. കാരണം അതിൻ്റെ എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ തർക്കീബ് വെക്കാം. നോക്കൂ, ലഅല്ലക്കും തത്തഖൂൻ ഹാലു മിനൽ ദമീരി ഫീ ഉഅ്ബുദു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അകഅന്നഹു ഖാല, അപ്പം എങ്ങനെയാണ് ഹാലിന് തർക്കീബ് വെക്കുക, അർത്ഥം വെക്കുക, വിശദീകരിക്കുക. ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. റാജീന, ലഅല്ലക്ക് ഇവിടെ തർജിയാണല്ലോ, പ്രതീക്ഷിച്ചവരായി. ഐൻ തൻഖരിതു, നിങ്ങൾ ഉൾപ്പെടുമെന്ന്. ഫീ സിൽക്കിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കണ്ണിയിൽ ഉൾപ്പെടുമെന്ന്. എങ്ങനെ മുത്തഖീങ്ങൾ? അൽ ഫായിസീന ബിൽ ഹുദാ വൽ ഫലാഹ്, ഹിദായത്ത് കൊണ്ടും വിജയം കൊണ്ടും വിജയിച്ചവരായ. അൽ മുസ്തഉജീബീന ജിവാരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കാവൽ പ്രതീക്ഷിക്കുന്നവരായിട്ട് മുത്തഖീങ്ങളുടെ കണ്ണികളിൽ നിങ്ങൾ ഉൾപ്പെടുന്നവരുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളെന്ത് ചെയ്യുക? അല്ലാഹു തആലക്ക് വേണ്ടി വിജയികളായ, അൽ മുസ്തഉജീബീന ജിവാരില്ല, അല്ലാഹു തആലാന്റെ കാവലിനെ അനിവാര്യമാക്കിയവരായ മുത്തഖീങ്ങളുടെ കണ്ണികളിൽ നിങ്ങൾ ഉൾപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇബാദത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇബാദത്തെടുത്താലും നമ്മൾ മുത്തഖീങ്ങളെ കൂട്ടത്തിൽപ്പെടുന്ന ഉറപ്പുണ്ടോ? ഉറപ്പില്ല എന്നാണ് പറയുന്നത്. നബ്ബഹ ബിഹി, അല്ലാഹു ഉണർത്തി, അലാ അന്ന തഖ്വ, തഖ്വ ഉണ്ടല്ലോ, മുൻതഹ ദറജാത്ത് സാലിക്കീൻ, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നവരുടെ അവസാന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. എന്താണത്? സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ
എന്താ സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ? സാലിക്കീങ്ങളുടെ ദറജ, പദവികളുടെ അവസാനത്തതാണ് തഖ്വ. എന്താ? അത്തബറു മിൻ കുല്ലി ഷൈഇൻ സിവല്ലാഹി ഇലല്ലാഹ്. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും വിട്ടൊഴിഞ്ഞ് അള്ളാഹുവിലേക്ക് ചേരുക എന്നതാണല്ലോ തഖ്വയുടെ ആ ലാസ്റ്റ്. അതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ ഭാഗത്തെടുക്കുക എന്നാണ്. ഈ കാര്യം അള്ളാഹു ഉണർത്തുന്നുണ്ട്. പിന്നെന്തുണർത്തുന്നു? വഅന്നൽ ആബിദ യംബഗി അല്ലാ യഗ്തറ ബിഇബാദത്തിഹി. ഒരു ആബിദും ഇബാദത്തിൻ്റെ പേരിൽ അവൻ വഞ്ചിതനാകാൻ പാടില്ല. ഇബാദത്തെടുത്തതിൻ്റെ പേരിൽ അവൻ പരാജയപ്പെട്ടാകാൻ പാടില്ല. അതായത് ഞാൻ ഇബാദത്തെടുത്തു എനിക്ക് തഖ്വ കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് ആരും വിചാരിക്കേണ്ട. മുത്തഖീങ്ങളെ സിൽക്കിൽ അല്ലെങ്കിൽ സാലിക്കീങ്ങളുടെ അവസാന ദർജയിലെത്തുമെന്ന് ആരും ഉറപ്പിക്കണ്ട. ലഅല്ലക്കും നിങ്ങൾ പ്രതീക്ഷ വെച്ചാൽ മതി. വയകൂനദാ ഖൗഫിൻ റജാഇൻ, ഭയവും പ്രതീക്ഷയുമുള്ളവനാവുക. ഏത്? ആബിദ് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരിക്കും. പഠിച്ചോ രക്ഷപ്പെടുത്തുമായിരിക്കും. എത്ര ഇബാദത്തെടുത്താലും ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ആരും ഉറപ്പിക്കാൻ പാടില്ല. പ്രതീക്ഷയോടെ നിൽക്കാനേ പാടുള്ളൂ. അള്ളാഹ് പറഞ്ഞില്ലേ, യദ്ഊന റബ്ബഹും, അവർ റബ്ബിനെ ആരാധിക്കുന്നു, ഖൗഫൻ ഭയത്തോടെയും, വതമഅൻ പ്രതീക്ഷയോടെയും, യർജൂന റഹ്മതഹ് അവൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, യഖാഫൂന അദാബഹു അദാബിനെ ഭയപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഉഅ്ബുദു എന്ന ദമീർ എന്ന ഹാലാണ്. അല്ലെങ്കിൽ ഔ മിൻ മഫ്ഊലി ഖലഖക്കും, ഖലഖക്കും എന്നതിൻ്റെ മഫ്ഊലിൽ എന്ന ഹാലാണ്. നിങ്ങളെ സൃഷ്ടിച്ചു, ഒരു മാതൂഫ് അലൈഹി. പിന്നെ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും എന്ന അത്ബ് ചെയ്യപ്പെട്ടിട്ടില്ലേ, അതിൽ നിന്ന് ഹാലാണ്. അപ്പോൾ എന്താ അർത്ഥം? നിങ്ങളെ സൃഷ്ടിച്ചു. അലാമാന വമൻ ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. നിങ്ങൾ തന്നെ തഖ്വ ചെയ്യാൻ പറ്റുന്നതായ ഒരു തയ്യാറെടുപ്പിലും രൂപത്തിലുമായതിനിടയിൽ ഫീ സൂറത്തി മൻ യുർജാ മിൻഹു തഖ്വ, തഖ്വ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ രൂപത്തിൽ. എന്താ തഖ്വ പ്രതീക്ഷിക്കപ്പെടുന്ന വരാൻ കാരണം? ഈ തറജുഹി അംരിഹി, ഈ തഖ്വൻ്റെ കാര്യം വളരെ ബലമായിട്ടുണ്ട്. വിജിത്യമായ അസ്ബാബി, തഖ്വൻ്റെ എല്ലാ കാരണങ്ങളും ഒരുമിച്ച് കൂടിയത് കൊണ്ടും, വകസ്റത്തി ദവാഇ ഇലൈ, തഖ്വയിലേക്കുള്ള കൽപ്പനകൾ, പ്രേരണകൾ, കാരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ടും. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് മുഖാത്തബീങ്ങളെ തഗ്ലീബ് ചെയ്യാൻ കാരണം എന്താ? നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും എന്ന്. നിങ്ങളും നിങ്ങളെ മുൻഗാമികളും എന്ന് പറയണ്ടേ? ഇവിടെ നിങ്ങളെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തഗ്ലീബാണ്. അനൽ ഗായിബീന ഫിൽ ലഫ്ദി വൽ മഅന. ലഫ്ദിൽ തഗ്ലീബ് ചെയ്യപ്പെട്ടു. വൽ മഅന അലാ ഇറാദത്തിഹിം ജമീഅൻ. മഅന രണ്ട് കൂട്ടരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ചു. നിങ്ങളും നിങ്ങളെ മുൻഗാമികളും തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങളെന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക എന്നാണ്. ഇതാണ് ഗായിബീങ്ങളെക്കാൾ മുഖാത്തബിനെ എടുത്തു പറയപ്പെട്ടു ഫിൽ ലഫ്ദൽ. എന്നാൽ വൽ മാന അലാ ഇറാദത്തിഹിം ജമീഅൻ, രണ്ട് വിഭാഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. വഖീല തഅലീലുൽ ഖൽഖി ലഅല്ലക്കും തത്തഖൂൻ എന്നത് ഖൽഖിൻ്റെ ഇല്ലത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഖൽഖിൻ്റെ ഇല്ലത്താകുമ്പോൾ നിങ്ങൾ ഇബാദത്ത് എടുക്കണം, അതിൻ്റെ ഇല്ലത്തല്ല, ഖൽഖിൻ്റെ ഇല്ലത്ത്. അങ്ങനെ ഖലഖക്കും, നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടി എന്ന്. ലികൈ തത്തഖൂ കമാ ഖാല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പക്ഷേ വഹുവ ളഈഫ്, ഈ അഭിപ്രായം ദുർബലപ്പെട്ട അഭിപ്രായമാണ്. കാരണം ഇതിലം യസ്ബുത്ത് ഫിൽ ലുഗത്തി മിസ്ലുഹു, ഭാഷയിൽ അങ്ങനെ എന്തായിട്ടില്ല, അത്തരം ഉപയോഗങ്ങൾ ഉണ്ടായിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. പാത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന താലീലിന് വേണ്ടി അങ്ങനെ കൊടുക്കൽ ഭാഷയിൽ എന്തായിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. വല്ലായത്ത് തൊതുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നില്ല അലാന്ന ത്വരീഖയില മഅരിഫത്തില്ലാഹി തആല, അല്ലാഹു തആലാനെ അറിയാനുള്ള മാർഗം, വൽ ഇൽമി ബിവഹ്ദാനിയത്തിഹി,
അള്ളാഹു തആലാൻ്റെ വഹദാനിയത്ത് അറിയാനുള്ള മാർഗം വസ്തിഹിഖാഖിഹി ലിൽ ഇബാദ, അള്ളാഹു ഇബാദത്തിന് അർഹനാണ് എന്ന് അറിയാനുമുള്ള മാർഗം എന്താ? അള്ളാഹിനറിയാം, അള്ളാഹിൻ്റെ വഹദാനിയത്ത് അറിയാനും അള്ളാഹ് ഇബാദത്തിന് അർഹനാണ് എന്ന് അറിയാനുള്ള മാർഗം അത് കുറേ തെളിവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്നദുറു ഫീ സുനഇഹി, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അവിടെ നടന്ന സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിക്കുക. ഇങ്ങോട്ട് വൽ ഇസ്തിദ്ലാലു ബി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ലക്ഷ്യം പിടിക്കുക. അള്ളാഹിൻ്റെ അഫ്ആലുകൾ ഇത് മനുഷ്യന്മാരാരും സൃഷ്ടിച്ചതല്ലല്ലോ, ഏതെങ്കിലും ഒരാൾ വരട്ടെ, മനുഷ്യന്മാരാരും സൃഷ്ടിച്ചതല്ല. അപ്പോൾ ഈ സൃഷ്ടിപ്പുകൾ ആര് സൃഷ്ടിച്ചു എന്ന രീതിയിൽ ചർച്ച ചെയ്യാം. മാത്രമല്ല വന്നൽ അബ്ദല യസ്തഹിഖു ബി ഇബാദത്തിൻ അലൈഹി സവാബൻ, ഇതും ഇതെന്ന് മനസ്സിലാക്കുക. ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് ഒരടിമയും ഇബാദത്ത് കൊണ്ട് ഒരു പ്രതിഫലം അർഹിക്കുന്നില്ല. കാരണം ഫഇന്നഹാ ലമ്മാ വജത്തു അലൈഹി ശുക്റൻ ലിമാ അദ്ദദഹു അലൈഹി മിൻ അനഅമി സാബിഖതി ഫഹുവ കഅജീരിൻ അഖദൽ അജ്റ ഖബല അമലി. നിങ്ങൾ ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണല്ലോ. അപ്പം ശുക്ർ നിഅമത്ത് അല്ലാഹ് നേരത്തെ തന്നിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള പണിയാണ് എടുക്കുന്നത്. അപ്പോൾ പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കൂലി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്ന ഇബാദത്തിന് നമ്മളെന്താകുന്നില്ല, കൂലിക്ക് അർഹതയില്ല, അള്ളാഹിൻ്റെ ഔദാര്യാണ്. വന്നലബ്ദ അടിമല യസ്തഹിഖു ബി ഇബാദത്തിൻ അലൈഹി സവാബൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തതിന് വേണ്ടി ഒരു പ്രതിഫലവും അർഹിക്കുന്നില്ല. ഫഇന്നഹ, കാരണം ഇബാദത്ത് ലമ്മാ വജബത്ത് അലൈഹി ശുക്രൻ, അത് നന്ദിയായിട്ടാണ് അവന് നിർബന്ധമായത്. എന്തിന് നന്ദി? ലിമാ അദ്ദദഹു അലൈഹി, അള്ളാഹു അവൻ്റെ മേൽ ഇപ്പോൾ ഈ ആയത്തിൽ എണ്ണിപ്പറഞ്ഞ നിയമത്തുകളുടെ പേരിൽ. ഏത് നിയമത്ത്? പിന്നെ നിയാമി സാബിഖത്തി, നേരത്തെ നൽകിയ അനുഗ്രഹങ്ങൾ. ഫഹുവ, അപ്പം ഈ അടിമ ആബിദ് കാജീരിനൊരു പണിക്കാരനെ പോലെയാണ്. അഖദൽ അജ്റ, അയാൾ കൂലി വാങ്ങി, ഖബലൽ അമലി, ഒന്നാം തീയതി തന്നെ ശമ്പളം വാങ്ങി, പണിയെടുക്കുമ്പം തന്നെ മുൻകൂട്ടി ശമ്പളം വാങ്ങി. ഇനി അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അള്ളാഹിൻ്റെ അഫ്ആലുകളെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ചു, പിന്നെ എങ്ങനെയുള്ള അള്ളാഹു നിങ്ങൾക്ക് ഭൂമി ഒരു വിരിപ്പാക്കി തന്നവനായ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ വഹദാനിയത്തും അവൻ്റെ അഫ്ആല് കൊണ്ടും ഇസ്തിദ്ലാൽ ചെയ്ത് അള്ളാഹിൻ്റെ ഖുദ്റത്തിനും അവൻ്റെ കഴിവിലും വലിയ തഅദീമും തഖ്ദീറും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.